കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊത്ത് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചതായ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്നതായ നോർത്ത് കേരള സെക്ഷൻ അധികാരികളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം ധാരാളമായി അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായ വിഷയം, ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കുവാൻ കഴിയുമോ? ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നത് ഉചിതമാണോ എന്നുള്ള വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനായി തിരഞ്ഞെടുത്തതായ വേദഭാഗം 118 സങ്കീർത്തനം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളാണ്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നത് നല്ലത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ പറയുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അല്പസമയം തിരുമുമ്പാകെ അങ്ങയുടെ വചനത്തിൽ ധ്യാനിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതായ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഏഴകളായ അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ നിറച്ച് അങ്ങയുടെ തിരുവചനത്തിൽ തന്നെ നടക്കുവാൻ, അടിയങ്ങളെ തന്നെ ശോധന ചെയ്ത് അവിടുത്തെ വഴിയിൽ നടക്കുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ. കേൾക്കുന്ന എല്ലാവരുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയെ ചൊരിയുമാറാകണം. ഞങ്ങൾ ശക്തി ലഭിച്ച കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവിടുന്ന് സഹായിക്കണം. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് യേശു മൂലം ഉത്തരമൽമാറാകണമേ. ആമേൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ വചനം ഞാൻ കേട്ടതായ മാത്രയിൽ എൻ്റെ കണ്ണ് ഈ വചനത്തിലൂടെ നീങ്ങിയതായ വേളയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത് എൻ്റെ പഴയകാല കോളേജ് ജീവിതത്തിലേക്കാണ്. അവിടെ ഞാൻ പഠിക്കുന്നതായ കാലത്ത് മണ്ണർകാട് സെൻറ്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ രാഷ്ട്രീയ ദീപികയുടെ ഗ്രോസ് സ്കീം എന്ന് പറഞ്ഞതായ ഒരു പ്രസ്ഥാനത്തിൻ്റെ CFO ലെവലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് മണ്ണർകാട് ജംഗ്ഷനിൽ പ്രൈസ് ഇന്ത്യ എന്ന് പറയുന്നതായ ഒരു സ്ഥാപനം ഉടലെടുത്തത്. ആ സ്ഥാപനം അവിടെ സ്ഥാപിക്കപ്പെട്ട ശേഷം അധികം ദിവസം കഴിഞ്ഞില്ല, അത് വളരെയധികം പ്രശസ്തി ആർജിക്കുകയുണ്ടായി. അതിൽ വേല ചെയ്തതായ ഏജൻറ്റുമാരെല്ലാം പടിപടി ഉയർച്ചയിലേക്ക് പോകുവാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് അതിലൊരു ഏജൻറ്റ് ഞങ്ങളുടെ വീട്ടിലും വന്നത്. ഞങ്ങളന്ന് മണ്ണർകാട് താമസിക്കുകയാണ്. അദ്ദേഹം വന്നപ്പോൾ അവരുടേതായ ആ സംസാരത്തിൽ ഞാൻ വീണുപോയി. അങ്ങനെ ഞാനും അവരുടെ ഒരു ഭാഗമായി തീരുവാൻ തക്കവണ്ണം അവരുടെ കയ്യിൽ നിന്നൊരു ഫോം വാങ്ങി ഞാനും പൂരിപ്പിച്ചു. പക്ഷെ ഞാനത് ചേർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന മാനേജർ അന്ന് വരെ കിട്ടിയതായ ആ സമ്പാദ്യം ഏകദേശം കോടിക്കണക്ക് കാശാണ്, അതുകൊണ്ട് അദ്ദേഹം വിദേശത്തേക്ക് മുങ്ങി. കഷ്ടപ്പെട്ട് വിറപ്പൊഴുക്കി അവർ അന്ന് വരെ നേടിയെടുത്തതായ സമ്പാദ്യം ഈ പ്രത്യേക സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് അവരവിടെ നിക്ഷേപിച്ചു. പക്ഷേ അവർക്ക് അവരുടെ വിശ്വാസം നഷ്ടമായി പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം നഷ്ടമായി പോയി. അപ്പോൾ അതുപോലെയാണ് ഇന്ന് നമ്മൾ നടക്കുന്ന ഓരോ കമ്പനിയിലേക്ക് നമ്മൾ ഒരു സാധനം അയച്ചു കൊടുക്കുമ്പോൾ ആ സാധനത്തിൻ്റെ വില നമ്മുടെ ബാങ്കിലെത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയൂ. അതുപോലെ നമ്മൾ ആമസോണിൽ നിന്ന് നമ്മൾ ഫോൺ വരുത്തുന്നു,
ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫോൺ വരുത്തുന്നു. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ വീട്ടിൽ വരുന്നത് ഇഷ്ടികയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ മനുഷ്യരിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ നിക്ഷേപം പുഴുവും തുരുമ്പും കടക്കാത്തതായ സ്വർഗത്തിൽ വേണമെന്ന് ദൈവം പറയുവാനുള്ള കാരണം ഇതാ. മനുഷ്യനിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല, മനുഷ്യനിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയില്ല. നമുക്ക് ആശ്രയിപ്പാൻ കർത്താവല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് യഹോവയിൽ ആശ്രയം വയ്ക്കുവാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസം യഹോവയിൽ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പലവിധമായ പ്രതിസന്ധികളിൽ നാം ആയിരിക്കുമ്പോൾ, പ്രശ്നങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ യഹോവയിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുവാൻ സാധിക്കും. അതിനായിട്ട് ദൈവം തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ അത് സമർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകുന്നുണ്ട്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വണ്ണമാണ്. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നെപ്പോലെ വേറൊരുത്തനുമില്ല, ഞാൻ തന്നെ ദൈവം എന്നാണ്. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല എന്ന വളരെ വ്യക്തമായിട്ടാണ് ദൈവം പറയുന്നത്. ആദ്യം തന്നെ ദൈവമാണ് ദൈവം, അല്ലെങ്കിൽ യഹോവ എന്ന പദം ഞാനാകുന്നവൻ ഞാനാകുന്നു, ദൈവം തന്നെ ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അതായത് രണ്ടാമത്തെ വാക്യത്തിൽ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു, ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ദൈവം മനുഷ്യൻ്റെ ഭാവിയെ അറിയുന്നവനാണ്, ലോകത്തിൻ്റെ ഭാവിയെ ദൈവം അറിയുന്നവനാണ്, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ ദൈവം അറിയുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരകനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വാക്യത്തിലൂടെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ഞാൻ നടത്തും, അല്ലെങ്കിൽ നിവർത്തിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. യഹോവയിൽ നമുക്ക് എങ്ങനെയാണ് ആശ്രയിക്കുവാൻ കഴിയുന്നത്? യഹോവയ്ക്ക് നമ്മുടെ ഭാവിയെ അറിയാം, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയും. പക്ഷേ യഹോവയിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അനേക ദൈവ കുഞ്ഞുങ്ങൾ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് അവിടെ യഹോവയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാതെ വന്നപ്പോൾ അവർ പലപ്പോഴും ചിന്തിച്ചു കാണും, ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടുപോയി? കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഈ വണ്ണം വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയമുള്ള ദൈവമക്കളെ, ചില സാഹചര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നത് എന്നുള്ളതായ ആ വ്യക്തത നമുക്ക് തെളിഞ്ഞു കാണുവാൻ കഴിയുകയില്ല. നാം അറിഞ്ഞുകൂടാതെ വണ്ണമാണ് ദൈവം തൻ്റെ മക്കളെ വഴി നടത്തുന്നത്. യഥാർത്ഥമായി ദൈവം എങ്ങനെ എന്നെ നടത്തി എന്നുള്ളതായ ആ വ്യക്തത എനിക്ക് വന്നു കഴിയുമ്പോൾ ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്കൊരിക്കലും നിർവചിക്കുവാൻ കഴിയില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞേക്കാം. ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്യതയെക്കുറിച്ച് ദൈവം പറയുന്നത്, ദൈവത്തിന് മുൻകൂട്ടി അറിയുവാൻ കഴിയും, നമ്മുടെ ഭാവിയെ അറിയുവാൻ കഴിയും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുവാൻ കഴിയും എന്നുള്ളതാണ്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു പുറജാതിക്കാരനായ ബാബേൽ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തിയുടെ കഥയാണ്.
നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചക്രവർത്തി നെബൂഖദ്നേസർ രാജാവിൻ്റെ കഥയാണ്. അദ്ദേഹം തൻ്റെ പള്ളിമത്തയിൽ കടന്നതായ ഒരു സന്ദർഭത്തിൽ താൻ പണിതതായ മഹദിയാം ബാബിലിനെ നോക്കിക്കൊണ്ട് അതിൻ്റെ മനോഹരമായ പണിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഈ വണ്ണം പറഞ്ഞു, ഈ മഹദിയാം ബാബിലോണ് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞു. ഈ സന്ദർഭത്തിൽ സകല രഹസ്യങ്ങളെയും അറിയുന്ന ദൈവം ആ രാജ്യത്തിൻ്റെ ഭാവിയെ ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ആ രാജാവിന് ഒരു അവസരം കൊടുത്തു. പക്ഷേ നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്, നെബൂഖദ്നേസർ രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഓർക്കാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉറക്കം ഇല്ലാതെയായി, അദ്ദേഹത്തിന് ഉറക്കമില്ലാതെയായി എന്ന് നമുക്ക് വായിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയുക, രാജാവ് സ്വപ്നം കണ്ടു, പക്ഷെ സ്വപ്നം മറന്നുപോയി. ഒരു പക്ഷേ ബാബേൽ സാമ്രാജ്യത്തിലെ ചക്രവർത്തികൾ അവരുടെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, അവരുടെ ദേവന്മാർ അവരോട് സംസാരിക്കുന്നത്, അവരോട് സമ്പർക്കം ചെലുത്തുന്നത് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയുമാണ് എന്നുള്ള ഒരു വിശ്വാസം ആയതുകൊണ്ട് തന്നെ ഈ രാജാവ് താൻ കണ്ട സ്വപ്നത്തിന് ഒരു വലിയൊരു അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും വ്യക്തമായി അറിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ബാബേൽ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ബാബേൽ സാമ്രാജ്യത്തിൽ രാജാവിന് ജ്ഞാനം പകർന്നു നൽകുവാൻ തക്കോണം രാജാവ് പലയിടത്തു നിന്നും അനേക വിദ്വാൻമാരെ തൻ്റെ രാജ്യത്തിൽ പാർപ്പിച്ചിരുന്നു. ഈ വിദ്വാൻമാരാകട്ടെ അവരുടെ ചിന്താഗതി അവർക്ക് ഭാവിയെ മുൻപോട്ട് അറിയുവാൻ, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ അറിയുവാൻ കഴിയും, അവർക്ക് ഭാവിയെ അറിയുവാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ചിന്ത. മറിച്ച് രാജാവ് മുൻപ് പറഞ്ഞതായ സ്വപ്നങ്ങളിലൊക്കെയും അവരതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തി പറയുകയായിരുന്നു. എന്നാൽ ഈ തവണ രാജാവിന് സ്വപ്നം പോലും ഓർക്കാൻ കഴിയുന്നില്ല. ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും അറിയിച്ചാൽ അത് അറിയിക്കുന്നവർക്ക് വലിയൊരു പ്രതിഫലം കൊടുക്കാമെന്ന് ഈ വിദ്വാൻമാരെ അതിരാവിലെ വിളിച്ച് രാജാവ് കൽപ്പിച്ചു. പക്ഷേ അവർക്ക് ഈ സ്വപ്നത്തിൻ്റെ ഉത്തരം നൽകുവാൻ, ഈ സ്വപ്നവും അർത്ഥവും നൽകുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ രാജാവ് ഈ വിദ്വാൻമാരെ, ബാബേലിലെ വിദ്വാൻമാരെയൊക്കെയും കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് നമ്മൾ വേദം വായിക്കുന്നു. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതായ രാജകുടുംബത്തിൽപ്പെട്ടതായ ചില ബാലന്മാരുണ്ടായി. ആ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അതുപോലെ അസറിയാവ് എന്ന 4 വ്യക്തികളുണ്ട്. ദൈവഭയമുള്ള 4 വ്യക്തികളുണ്ടായിരുന്നു. ഈ 4 പേരും വിദ്വാൻമാരുടെ പട്ടികയിലായിരുന്നു. രാജാവ് കൽപ്പന പുറപ്പെട്ടപ്പോൾ അവരും മരണത്തിൻ്റെ നിഴലിലായിത്തീർന്നു. നമുക്കറിയാം, ദൈവമക്കൾ ഒരു അത്യാപത്ത് അല്ലെങ്കിൽ ഒരു ആപത്ത് നേരിടുമ്പോൾ, ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് ഇവിടെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ദാനിയേലുടെ കൂട്ടുകാരും മരണത്തെ നേരിട്ട് കാണുവാൻ തുടങ്ങി. നമുക്ക് പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുമ്പോൾ ഈ വണ്ണമാണ് നാം മനസ്സിലാക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അന്നേരം തന്നെ രാജാവിൻ്റെ അകമ്പടി നായകനായ ആര്യോക്ക് ആദ്യം പോയത് ദാനിയേലിൻ്റെയും കൂട്ടുകാരൻ്റെ അടുത്താണ്. ദാനിയേൽ ഈ വാർത്തയെല്ലാം അറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഇത്ര ക്രൂരമായിട്ടുള്ള കൽപ്പന രാജാവിൽ നിന്ന് പുറപ്പെടുവാൻ കാരണമെന്താണെന്ന് തിരക്കി. അപ്പോഴവിടെ നടന്നതായ സകല സംഭവങ്ങളും ആര്യോക്ക് ദാനിയേലിനോട് പറയുകയാണ്. ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അല്പം സമയം തരണമെന്ന് അപേക്ഷിച്ചു. സ്വർഗത്തിലെ ദൈവം രാജാവിനോട് കൂടെ ഇരുന്നു ദാനിയേലിനോട് അനുഭാവം ഉണ്ടാക്കി തീർക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ദൈവമാണ് നെബൂഖദ്നേസർ രാജാവിനെ ആ ഒരു രീതിയിൽ നയിച്ചത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം പ്രശ്നങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട് എന്ന് എപ്പോഴും നാം ഓർത്തുകൊള്ളണം. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിന് ഒരല്പസമയം കൊടുത്തു. അന്ന് വൈകുന്നേരം അവർ ദാനിയേൽ വീട്ടിൽ വന്ന് അവർ 4 പേരും കൂടെ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്ത ശേഷം ഈ രഹസ്യങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അവർ യാചിക്കുകയാണ് ചെയ്തത്. കാരണം രാജാവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, രാജാവ് കണ്ട കാര്യങ്ങൾ, രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം മനുഷ്യർക്കാർക്കും അത് വിവരിക്കുവാൻ കഴിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതും അവൻ കണ്ടതായ കാര്യങ്ങളും അറിയുവാൻ കഴിയുന്നത് ദൈവം മാത്രമാണ്. അത് മനസ്സിലാക്കി ദാനിയേലിൻ്റെ കൂട്ടുകാരും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നത് നമുക്ക് ദൈവ തിരുവെഴുത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ, പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ അനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് വെളിപ്പെടും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവ ഭയമുള്ളവർ, ദൈവ കൽപ്പനയെ അനുസരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥന നിരതരായിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം കേൾക്കുമോ? ദൈവം അവരുടെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുമോ? തീർച്ചയായും ദൈവം വിടുവിക്കും. അതാണ് ദൈവത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ രാത്രിയിൽ തന്നെ സ്വർഗസ്വനായ ദൈവം ദാനിയേലിനോട് ആ ദർശനത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ബോധിപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ തകർന്നു പോകുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കലും ഇടയാക്കുകയില്ല. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ കണ്ണുകൾ തൻകൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നുവെന്നാണ്. യഹോവയുടെ കണ്ണ് തൻ്റെ നീതിമാന്മാരുടെ മേലുണ്ട്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തന്നിൽ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദൈവവചനം ഈ വണ്ണം പറയുന്നു. 33-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാൻ. അതുപോലെ 34-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ നാം കഷ്ടത്തിലായിരിക്കുമ്പോൾ, നാം വേദനയിലായിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുന്നതായ അവസരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നാം പ്രാർത്ഥനയോടുകൂടെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരകനായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ഇവിടെ ദാനിയേൽ അപേക്ഷിച്ചപ്പോൾ ദാനിയേലിന് ഉത്തരം കൊടുത്തു. അങ്ങനെ ദാനിയേൽ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വളരെ വ്യക്തമായിട്ട് രാജാവിന് പറഞ്ഞു കൊടുത്തു. രാജാവ് കേട്ട സന്ദർഭത്തിൽ അതെ, ഇത് തന്നെയായിരുന്നു ആ സ്വപ്നം, അതിൻ്റെ അർത്ഥവും വളരെ വ്യക്തമായിട്ട് രാജാവിന് മനസ്സിലായി. അങ്ങനെ രാജാവ് ഉൾപ്പെടെ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം ഈ പുറജാതിക്കാരനായ നെബൂഖദ്നേസർ രാജാവ് എഴുതിയതാണ്.
സർവശക്തനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ചതായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസിദ്ധമാക്കുന്നത് എനിക്ക് നന്നായെന്ന് തോന്നിയിരിക്കുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം പ്രാർത്ഥനയുള്ളവരായിരുന്നാൽ, ദൈവവചനം പഠിച്ച് ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്നവരായിരുന്നാൽ തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. നാം പോകുന്ന വഴികളൊക്കെയും ദൈവം കൂടെയിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും എനിക്ക് ഒരു അനർത്ഥവും ഭവിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, കഷ്ടത്തിലായിരിക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ സഹോദരന്മാർ ആർക്കെങ്കിലും രോഗത്താൽ നാം വലയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ, ഐക്യമത്യത്തോടുകൂടെ, ഒരു മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുമ്പോൾ, കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരകനായിരിക്കും. ആയനാൽ നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പൂർണ്ണമായി അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട്, വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവശങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ വരവരെയും വിശ്വസ്തതയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയിടണം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ.